തിരുവനന്തപുരം കേരള സർവകലാശാല ആസ്ഥാനത്ത് സംസ്കൃത സെമിനാറിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ്എഫ്ഐയുടെ പ്രതിഷേധം. സർവകലാശാല മതിൽ ചാടിക്കടന്ന് പ്രവർത്തകർ പരിപാടി നടക്കുന്ന ഹാളിന് പുറത്ത് പ്രതിഷേധിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതികരണം തേടിയ മാധ്യമങ്ങൾക്ക് നേരെ ഗവർണർ പൊട്ടിത്തെറിച്ചു. Even with the huge protest, police arrested 0 SFI persons right now from the university. So what? So what? So do you? No, what is my role? Why you are asking this question to me? Go and ask the police commissioner. How do I know? I am addressing a meeting. Yes, sir, but that was. You are not interested. Sir, Please listen to me now. You have asked the question. You are not interested in an academic seminar. The number of people who are attending. You are always interested in disruptive activities. Yes, you are. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും അതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവാദം, അതിനിടയിലെ ഈ SFIയുടെ പ്രതിഷേധം, ഇതൊക്കെ ആ പോരിന്റെ പുതിയ ഘട്ടം എന്ന് വിലയിരുത്താവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? സാധാരണ സർക്കാരിനെതിരെ SFIക്കെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനമുയർത്തുന്ന ഗവർണർ ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള മറുപടിയാണ് നൽകിയത്. തീർച്ചയായും രജിത്ത്, ഒരു രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു SFIയും ഗവർണറും തമ്മിലുള്ള ഒരു പരസ്യ പോര് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2 മണിക്കൂർ മുൻപ് വരെ ഞാൻ നിൽക്കുന്ന ഈ യൂണിവേഴ്സിറ്റി പരിസരമെല്ലാം ഒരു യുദ്ധക്കളത്തിന് സമാനമായ പ്രതിഷേധങ്ങളായിരുന്നു. ഒരു ഭാഗത്ത്, അതായത് സെനറ്റ് ഹാളിൽ ഗവർണർ ഈ സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിന് പുറത്ത് SFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധവും ഈ ഗേറ്റുകൾ, യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റുകളെല്ലാം ചാടിക്കടന്ന്, മതിലുകൾ ചാടിക്കടന്ന് ഈ സെനറ്റ് ഹാളിന് പിറകിലെ ഗേറ്റിന് സമീപത്ത് വരെ SFI പ്രതിഷേധക്കാർ എത്തുന്നു. അവിടെ ഏകദേശം 1/2 മണിക്കൂറോളം മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധം രേഖപ്പെടുത്തിയും SFIക്കാർ അവിടെ തന്നെ നിൽക്കുന്നു. പോലീസുകാരെ വട്ടം ചുറ്റിച്ചു. പോലീസുകാർ ഈ യൂണിവേഴ്സിറ്റിക്ക് ചുറ്റും ഓടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഒടുവിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കിയെല്ലാം പ്രയോഗിച്ചെങ്കിലും അവർ ഈ ഒരു പ്രതിഷേധം കൃത്യമായി ശക്തമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പുറത്തിറങ്ങുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും തട്ടിക്കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിങ്ങൾ ഈ പ്രതിഷേധം, അകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, അതൊരു അക്കാഡമിക് സെമിനാർ അല്ലേ, അതിൽ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളോടാണല്ലോ നിങ്ങൾക്ക് താല്പര്യമെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഒരു പ്രതിഷേധം നടന്നത് എന്ന് എന്നോടല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ പോയി കമ്മീഷണറോട് ചോദിക്കൂ, താൻ ഒരു അക്കാഡമിക് സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന രീതിയിലായിരുന്നു ഗവർണർ പ്രതികരിച്ചത്. എന്തായാലും ഈ സെമിനാർ തന്നെ വലിയ വിവാദമായിരുന്നു. കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങളോട് ആലോചിക്കാതെ ഒരു സംസ്കൃത സെമിനാർ സംഘടിപ്പിക്കുന്നു. അതിനെ സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളുകളെ ഗസ്റ്റായിട്ട് വിളിക്കുന്നു. അതിനെതിരെ സിൻഡിക്കേറ്റിലെ ഒരു വിഭാഗം കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ ആ പ്രതിഷേധങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഗവർണറെ നേരിട്ട് ഇവിടെ എത്തിച്ച് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യിച്ചത്. ഡോക്ടർ മോഹനൻ കുന്നുമേലാണ് ഈ ഒരു സെമിനാർ നടത്താൻ മുൻകൈ എടുത്തതും. എന്തായാലും ആ സെമിനാർ നടത്തി പൂർത്തിയാക്കി. എങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അത് വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ട്. രജിത്ത്, ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.